ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇടിയപ്പം ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഓയിലൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അത് നമുക്ക് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് 2-ാം പാലാണ്. തേങ്ങയുടെ 1-ാം പാൽ മാറ്റി വെച്ചിട്ട് 1 കപ്പ് 2-ാം പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ചിക്കൻ ഒന്ന് വേവുന്ന 1/4 ഭാഗം വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 1-2 തവണ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് മിക്സാക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു 8-10 അണ്ടിപ്പരിപ്പ് കുതിർത്തിയത് 1 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവ് വേണം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്തിട്ട് ഗ്രേവിയൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റ് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് കറി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. പിന്നെ നമ്മൾക്ക് കൂടുതൽ തിക്കായിട്ടുള്ള നല്ല ക്രീമി കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-12 അണ്ടിപ്പരിപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അതല്ല അധികം തിക്നെസ് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8 അണ്ടിപ്പരിപ്പൊക്കെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 10 അണ്ടിപ്പരിപ്പാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 1-2 മിനിറ്റും തിളപ്പിക്കുന്ന സമയത്ത് കറി നന്നായിട്ട് തിക്കായിട്ട് വരും. 1-2 മിനിറ്റൊക്കെ തിളച്ചാൽ മതി, കൂടുതൽ സമയം തിളപ്പിക്കരുത്. നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ കറിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ്. ഇതിലും സിമ്പിളായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നൈസ് പത്തിരിയുടെ കൂടെ കഴിക്കാനാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.